നിരവധി ആയിരക്കണക്കിന് ജനങ്ങളെ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം വീണ്ടും ഇത്തരത്തിലുള്ള ഒരു വലിയ രീതിയിലൊരു മേഘവിസ്ഫോടനമോ അല്ലെങ്കിൽ അത്തരത്തിൽ എന്താണ് ഇതിൻ്റെ കാരണം എന്നുള്ളതിലാണ് ഇതിന് ഒരു വ്യക്തത പറയേണ്ടത്. കാരണം മേഘവിസ്ഫോടനമാണോ അതോ മറ്റെന്തെങ്കിലും കാരണമാണോ ഈ ഒരു മിന്നൽ പ്രളയം ഉണ്ടായത് എന്നുള്ള കാര്യങ്ങളിൽ കൂടി നമുക്കൊരു നിഗമനത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ വീണ്ടും മിന്നൽപ്രളയങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കനത്ത മഴ ഇനിയും വരും ദിവസങ്ങളിലും ഇന്ന് മാത്രമല്ല നാളെയും മറ്റന്നാളും ഒക്കെയായി വീണ്ടും അവിടെ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്ന സാഹചര്യം. കനത്ത മഴയാണ് പ്രവചിച്ചിരിക്കുന്നത്. അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി മുൻകാലങ്ങളിലേക്കാളൊക്കെ ലഭിച്ചിരുന്നതിനേക്കാൾ ആ പ്രദേശത്ത് ലഭിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ മഴ ലഭ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും വലിയൊരു ദുരന്തം ഉണ്ടാകാൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു പ്രളയം ഉണ്ടാകാനുള്ള ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ അത്തരത്തിലൊരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനമുണ്ട്. നമ്മളിപ്പോൾ ഒരു വിൻഡോയിൽ കാണുന്ന പോലെ തന്നെ ആദ്യത്തെ വിൻഡോയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ആ ഒരു ഭയാനകം നടക്കുന്ന ദൃശ്യങ്ങളാണ് എങ്കിൽ ഇപ്പോഴത്തെ സ്ഥിതിയാണ്, അതായത് ആ റോഡിൻ്റെ ദൃശ്യങ്ങളാണ് ഒരുപക്ഷെ കുറച്ചുകൂടി വ്യക്തമായി നമുക്കത് കാണുകയും ചെയ്യാം. അത്തരത്തിൽ റോഡ് പൂർണ്ണമായും ഒലിച്ചു പോയിരിക്കുന്നു. അവിടേക്ക് എത്താൻ കഴിയാത്തതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ വെല്ലുവിളി. അവിടേക്ക് എത്തുന്നതിന് വേണ്ടി ഉള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ആ റോഡ് പൂർണ്ണ രീതിയിൽ ഒരു ഗതാഗത യോഗ്യമായാൽ മാത്രമേ ഇവിടെ നിന്ന് കൂടുതൽ ട്രക്കുകളും മറ്റു കാര്യങ്ങളും ആവശ്യ വസ്തുക്കളൊക്കെ തന്നെ അവിടേക്ക് എത്തിക്കാൻ സാധിക്കുകയും ചെയ്യൂ. ഒപ്പം തന്നെ നിലവിൽ അവിടെ കുറച്ചധികം ആളുകളെ രക്ഷപ്പെടുത്താൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. 4 പേരുടെ മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. മറ്റൊന്ന് ചില ദൃശ്യങ്ങളൊക്കെ നമ്മൾ കാണുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു ചെളിക്കൂമ്പാരത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കയറി വരുന്ന ഒരു മനുഷ്യനെയൊക്കെ നമ്മൾ കാണുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ ആശ്വാസകരമായിട്ടുള്ള ചില ദൃശ്യങ്ങൾ കൂടി ഇന്നലെ പുറത്തു വന്നിരുന്നു. എന്തായാലും നിലവിൽ അതായത് നമുക്ക് സാധ്യമാകുന്ന തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം അവിടെ പുരോഗമിക്കുന്നുണ്ട്. മിഥുൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ എത്രത്തോളം ഭയാനകമായ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇന്നലെ മുതൽ തന്നെ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ്. സോഷ്യൽ മീഡിയയിൽ അടക്കം വളരെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ്. അത്രത്തോളം ഭീതിതമായ ദൃശ്യങ്ങളാണ്. മലയുടെ മുകളിൽ നിന്ന് ചെളിയും മണ്ണും മരങ്ങളും പാറകളും എല്ലാം കുത്തി ഒലിച്ച് ഇടിച്ചിറങ്ങി താഴേക്ക് വന്ന് ധരാലി എന്ന ഒരു ഗ്രാമത്തെ ഒന്നാകെ മായ്ച്ചു കളയുന്ന അതിഭീകരമായ ഭയാനകമായ ദൃശ്യങ്ങളാണ്. വലിയ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം ഇപ്പോഴും അവിടെ തുടരുന്നുണ്ട് എന്നതാണ്. അത് രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നു എന്നുള്ള ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. മിഥുൻ, ഇനിയിപ്പോൾ ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ആലോചിച്ചിരിക്കുന്ന രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമെന്ന് പറയുന്നത് ഈ കെടാവർ നായ്ക്കളെ വ്യോമമാർഗം അവിടേക്ക് എത്തിച്ചുകൊണ്ട് മണ്ണിനടിയിൽ കുടുങ്ങിയിട്ടുള്ള ആളുകളെ കണ്ടെത്താം എന്ന ഒരു തീരുമാനമാണ് ഉള്ളത്, അല്ലേ? ഈ ദൗത്യം എപ്പോഴത്തേക്ക് തുടങ്ങും? അതുതന്നെയാണ്. പക്ഷേ നിലവിൽ ഈ ITBP സംഘമൊക്കെ അവിടെ ഉണ്ട്. പക്ഷേ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ അവിടേക്ക് എത്താൻ ഇവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അവിടത്തേക്ക് എത്താനുള്ള പ്രധാനപ്പെട്ട ഒരു പാതയാണുള്ളത്. ആ പാത പൂർണ്ണമായും ജലം വിഴുങ്ങി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവിടേക്ക് എത്താനുള്ള ചില കാലതാമസമുണ്ട്. അത്ര കൂടുതൽ സമയമെടുക്കുന്നുണ്ട്. കൂടുതൽ ചെളി നടന്നു പോകുക എന്ന് പറയുന്നത് അത്രത്തോളം സാധ്യമായ സംഭവമല്ല. അതുകൊണ്ട് തന്നെ എപ്പോൾ അവർക്ക് അവിടേക്ക് എത്താൻ സാധിക്കും അല്ലെങ്കിൽ അടുത്ത നടപടിയിലേക്ക് കടക്കാൻ സാധിക്കും എന്നുള്ളതാണ്. മറ്റൊന്ന് വെല്ലുവിളിയായിരിക്കുന്നത് മഴയാണ്. ഇടവിട്ട് അവിടെ മഴ പെയ്യുകയാണ്, തോരാ മഴയാണ്. അതുകൊണ്ട് തന്നെ അത് വലിയ രീതിയിൽ രക്ഷാദൗത്യത്തെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം. നിലവിൽ നമുക്ക് ദേശീയ മാധ്യമങ്ങളൊക്കെ നൽകുന്ന വിവരങ്ങളനുസരിച്ച് നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അതായത് 100-ലധികം പേർ ഈ മണ്ണിനടിയിൽ പെട്ടുപോയിട്ടുണ്ട് എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരെ കണ്ടെത്തുക, അതായത് 2 നില കെട്ടിടങ്ങൾ, ബഹുനില കെട്ടിടങ്ങൾ അടക്കം ഈ ഒരു മലവെള്ളപ്പാച്ചിൽ കടന്നു പോകുന്ന വഴിയിൽ ഇവയെല്ലാം തന്നെ അവിടെ ഒലിച്ചെടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. അത്രത്തോളം മണ്ണ് കൂമ്പാരമായി കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടേക്ക് ഹിറ്റാച്ചികൾ, മറ്റ് ക്രെയിൻ സംവിധാനങ്ങൾ അത് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അവിടേക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട്. കാരണം അവയൊക്കെ ഉപയോഗിച്ച് മാത്രമേ ഈ മണ്ണ് മാറ്റുക എന്നുള്ളതാണ്. കാരണം ഇത്ര മീറ്ററിൽ താഴേക്ക് ഈ പറയുന്ന കിടവർ നായകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന അത് സാധ്യമല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആദ്യം മണ്ണ് നീക്കുക, അവിടെ നിന്ന് ഈ കെട്ടിട അവശിഷ്ടങ്ങൾ മാറ്റുക. പല കെട്ടിടങ്ങളും പൂർണ്ണമായും തകർന്നു പോയത്, അതായത് ഒരു ഗ്രാമത്തിൽ ഉണ്ടായിരുന്ന അതിൻ്റെ നേരത്തെ ഒരു ചിത്രങ്ങളൊക്കെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അത്രത്തോളം മനോഹരമായിട്ടുള്ള ഒരു പ്രദേശമായിരുന്നു. അവിടെ ആണ് ഈ ഒരു വർഷം മുഴുവൻ ഇങ്ങനെ
വെള്ളം വന്ന് കല്ലും മണ്ണും മരവും ഒക്കെ ഒഴുകിയെത്തി ഒലിച്ചുകൊണ്ട് പോവുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എത്രത്തോളം ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതിൽ ഒരു വ്യക്തത വരണം. ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ഇപ്പോൾ നടക്കുകയാണ് എന്നുള്ളതാണ്. പക്ഷേ നിലവിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളൊക്കെ നമുക്കറിയാം, ഒരു നിമിഷം കൊണ്ട് ഉണ്ടാകുന്നതാണ്. ഒരു നിമിഷം കൊണ്ട് ഒരുപാട് മനുഷ്യരുടെ ജീവിതവും ജീവനും ഒക്കെ കവർന്നെടുക്കുന്ന ദുരന്തങ്ങളാണ്. നമ്മളിപ്പോൾ കണ്ട ഒരു ദൃശ്യങ്ങളിൽ ഒന്ന് നമ്മളെ ഏറെ ആശങ്കപ്പെടുത്തുന്നതാണ്. അതായത് ഈ മലയുടെ മുകളിൽ നിന്ന് ഇത്തരത്തിൽ വലിയ തോതിൽ മണ്ണിടിഞ്ഞ് ആ വെള്ളവും ചെളിയും പാറക്കഷ്ണങ്ങളും മരങ്ങളും ഒക്കെയായി താഴേക്ക് കുത്തി ഒലിച്ച് വരുന്നത് കണ്ട് അവിടെ നിന്ന് ജീവനും കൊണ്ട് ഓടാൻ ശ്രമിക്കുന്ന ഒരു ചെറിയ കൂട്ടം മനുഷ്യരെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. അവര് പക്ഷേ ഓടുന്നതിന് മുമ്പ് തന്നെ, ആ ഓടുന്നതിനിടയിൽ തന്നെ അവരെ ആ മണ്ണും ചെളിയും അടങ്ങി ആ കുത്തി ഒലിച്ചു വന്ന മലവെള്ളപ്പാച്ചിൽ അവരുടെ ജീവൻ കവർന്നെടുക്കുന്ന അതിദാരുണമായ കാഴ്ച നമുക്ക് ഈ ദൃശ്യങ്ങളിൽ ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ദൃശ്യങ്ങളൊക്കെ നമുക്ക് കണ്ടു നിൽക്കുന്നതിലും നിരന്തരം കാണിക്കുന്നതിലും ഒക്കെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അതിനപ്പുറം ഇതാണ് അവിടെ ഉണ്ടായിട്ടുള്ള യാഥാർത്ഥ്യം എന്നതാണ് സാഹചര്യം. അത്രത്തോളം ഭയാനകമായ വലിയൊരു ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു ഗ്രാമം ഒന്നാകെ ഈ ദുരന്തത്തിൽ അകപ്പെട്ടു എന്ന സാഹചര്യം. അപ്പോൾ എത്രത്തോളം ആളുകൾ ഇനിയും കുടുങ്ങിക്കിടക്കുന്നുണ്ട്, ഈ അപകടത്തിൽ പെട്ടിട്ടുണ്ട് എന്നുള്ള വലിയ ആശങ്ക നിലനിൽക്കുകയാണ്. അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളും സഞ്ചാരികളും ഒക്കെ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ആശങ്ക ഇപ്പോഴും തുടരുകയാണ്. ഇനി അപകടത്തിൽപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ഈ റോഡ് ഒക്കെ പൂർണ്ണമായും തകർത്ത ഒരു സാഹചര്യത്തിൽ അവർ ഇത്തരത്തിൽ ഒറ്റപ്പെട്ടു പോയൊരു സാഹചര്യമാണ് ആ പ്രദേശം ഒന്നാകെ. അപ്പോൾ ഈ കുടുങ്ങിക്കിടക്കുകയാണ്. മറ്റ് കമ്മ്യൂണിക്കേഷൻ മാർഗങ്ങളൊന്നും ഇല്ലാതെ അവർ ഉണ്ടായിരുന്ന ഹോട്ടലുകളിലോ ഹോം സ്റ്റേകളിലോ തുടരുകയാണോ എന്നുള്ള ആശങ്ക കൂടി ഉണ്ട്. അപ്പോൾ പക്ഷേ എത്രത്തോളം ആളുകൾ അവിടെ കുടുങ്ങിക്കിടപ്പുണ്ട്, കേരളത്തിൽ നിന്നുള്ള ആളുകൾ ഉണ്ടോ എന്നതിനെക്കുറിച്ചൊന്നും ഈ ഘട്ടത്തിൽ ഒരു റിപ്പോർട്ടും ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ആ മലവെള്ളപ്പാച്ചിൽ കുത്തി ഒലിച്ചു വരുന്നത് കണ്ട് ജീവനും കൊണ്ട് ഓടാൻ ശ്രമിക്കുകയാണ് ആ ഗ്രാമത്തിലുള്ള ഒരു കൂട്ടം മനുഷ്യർ. പക്ഷേ അതിനു മുമ്പ് തന്നെ ആ ഒരു വലിയ ദുരന്തം അവരെയൊക്കെ കവർന്നെടുക്കുന്ന അതിഭയാനകമായ കാഴ്ച നമുക്ക് കാണേണ്ടി വന്നിരിക്കുകയാണ്. മിഥുൻ, ഈ രക്ഷാപ്രവർത്തനം അത് തുടരുന്ന സാഹചര്യമാണ്. ഈ കേന്ദ്ര വൃത്തങ്ങളൊക്കെ ഈ ഘട്ടത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്? അതായത് അവർ പറയുന്നതനുസരിച്ച് മേഘവിസ്ഫോടനം ഉണ്ടായ സ്ഥലത്തേക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. രക്ഷാപ്രവർത്തനം എത്താൻ സാധിക്കാത്ത സൈനികർ അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. കാരണം ആ പ്രദേശത്തേക്ക് എത്താൻ ഇതുവരെ സാധിക്കുന്നില്ല. പ്രധാനപ്പെട്ട പാത അത് തകർന്നിട്ടുണ്ട്. അത് പുനർനിർമ്മിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. കാരണം അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നേരത്തെ തന്നെ ആരംഭിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അത് ദൗത്യത്തിന് ദുഷ്കരമാകുന്നത് ഇടവിട്ടുള്ള മഴ തന്നെയാണ്. മറ്റൊന്ന്, ഈ നേരത്തെ നമ്മൾ കണ്ട ആ ഒരു ഉള്ളിലേക്കുന്ന ദൃശ്യങ്ങൾ, ആളുകൾ ഇങ്ങനെ പ്രാണൻ കൈവച്ചുകൊണ്ട് ഓടുന്ന, അതായത് ഇരച്ചെത്തുന്ന ശബ്ദവും ഈ വിദൂരത്ത് നിൽക്കുന്ന ഇത്തരത്തിലുള്ള ആളുകളുടെ നിലവിളിയും മാത്രമായിരുന്നു ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിച്ചത്. കാരണം ഈ കെട്ടിടങ്ങൾക്ക് പുറത്തിറങ്ങിയ ആളുകൾ ഈ പ്രാണനും കൊണ്ട് ഇങ്ങനെ ഓടുകയായിരുന്നു. പല വഴിക്ക് ഓടുന്നത് കാണാമായിരുന്നു. ചിലർക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പോലും സമയം പോലും കിട്ടിയില്ല എന്നുള്ളതാണ്. അപ്പോഴേക്കും ഈ കൂറ്റൻ കെട്ടിടങ്ങൾ തകർത്തി പ്രളയജലം പാഞ്ഞു തീർന്നു. ഈ ഓടി രക്ഷപ്പെടുന്നതിന്റെ ഇടെ ഈ കലങ്ങി മറഞ്ഞെത്തിയ ഈ വെള്ളത്തിലും തകർന്ന കെട്ടിടത്തിനും അടിയിൽ ആളുകൾ ഇങ്ങനെ കുടുങ്ങുന്നത് നമുക്കതിൽ കാണുകയും ചെയ്യും. അത്രത്തോളം ഭയാനകരമായിട്ടുള്ള വിഷ്വൽസ് തന്നെയാണ് അവിടുന്ന് ഇന്നലെ പുറത്തു വന്നത്. ഇന്നലെ 1:45 കൂടിയാണ് ഒരു ഗ്രാമത്തെ മുഴുവൻ വിഴുങ്ങിയ വലിയൊരു ദുരന്തത്തിന് വഴിവെച്ചത്. എന്താണെന്ന് സംഭവിക്കുന്നതെന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ ഒരു ഗ്രാമത്തെ മുഴുവൻ പ്രളയജലം എത്തി ഒലിച്ചുകൊണ്ട് പോയിരിക്കുന്ന ഒരു സാഹചര്യം. എന്തായാലും നിലവിൽ ചില പ്രദേശങ്ങൾ കൂടി ജാഗ്രതാ നിർദ്ദേശവും ഒപ്പം തന്നെ അവിടേക്ക് പോകരുത് എന്നുള്ള കർശന നിർദ്ദേശം കൂടി ഇപ്പോൾ കേന്ദ്രം നൽകുന്നുണ്ട്. അതായത് ഉത്തരകാശിയിലെ ധരാലി ഒപ്പം തന്നെ ഹർസിൽ എന്നിവിടങ്ങളിൽ രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. അതുകൊണ്ട് തന്നെ മിന്നൽ പ്രളയം കാരണമുണ്ടായ നാശനഷ്ടങ്ങളും അവയുടെ അവശിഷ്ടങ്ങളും രക്ഷാപ്രവർത്തനത്തിന് വെള്ളിയാകുന്നുണ്ട്. ഈ പ്രദേശത്തേക്ക് പോകരുത്. മറ്റൊന്ന്, ചാർധാം റൂട്ടിലേക്കാണ് ഗംഗോത്രി, യമുനോത്രി, കേദാർനാഥ്, ബദ്രിനാഥ് എന്നിവിടങ്ങളിൽ മഴയെ തുടർന്ന് മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കവും പതിവായി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ തീർത്ഥാടകർ യാത്ര മാറ്റിവെക്കാനാണ് അധികൃതർ നിർദ്ദേശിക്കുന്നത്. മറ്റൊന്ന്, അമർനാഥ് യാത്രാ റൂട്ടാണ്. ജമ്മു കാശ്മീർ, മധ്യപ്രദേശിലെ കനത്ത മഴയെ തുടർന്ന് ഈ തീർത്ഥാടന പാതകൾ ദുഷ്കരമാകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രദേശത്തേക്കൊന്നും തന്നെ പോകരുത് എന്നുള്ള കർശനമായ നിർദ്ദേശം കൂടി നൽകുന്നുണ്ട്. കാരണം പ്രളയസമാനമായ സാഹചര്യം അവിടെ പലയിടങ്ങളിലും നിലനിൽക്കുന്നുണ്ട്. കനത്ത മഴയാണ്. സംസ്ഥാനം ഒട്ടാകെ റെഡ് അലേർട്ടിലാണ്. അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും വീണ്ടും ഈ തരത്തിൽ മണ്ണിടിച്ചിലുണ്ടാകാനും ഒരു മിന്നൽ പ്രളയം ഉണ്ടാകാനുമുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഒരു തരത്തിലും അവിടേക്ക്
മേഖലകളിലേക്ക് പോകാൻ പാടില്ല എന്നുള്ള കർശന നിർദ്ദേശം ജാഗ്രതാ നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ഉത്തരാഖണ്ഡിലെ മുഴുവൻ ജില്ലകളിലും റെഡ് അലർട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ പ്രളയബാധിത മേഖലകളിലല്ലാത്ത മറ്റ് പ്രദേശത്തുള്ള ആളുകളും സഞ്ചാരികളും ഒന്നും ഈ കേന്ദ്ര സർക്കാർ അടക്കം മുന്നറിയിപ്പ് നൽകുന്ന പ്രദേശങ്ങളിലേക്ക് ഇനി പോകരുത്. അപകട സാധ്യത നിലനിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഉണ്ടായതുപോലെയുള്ള ശക്തമായ മഴയ്ക്കുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ മണ്ണിടിഞ്ഞൊക്കെ ഉണ്ടാകുന്ന അപകടങ്ങൾ വർദ്ധിക്കുമോ അല്ലെങ്കിൽ ഇനിയും ഉണ്ടാകുമോ എന്നുള്ള ആശങ്ക നിലനിൽക്കുന്നതിനാൽ തന്നെ അവിടേക്കൊന്നും പോകരുത് എന്നുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകുന്നുണ്ട്. എന്തായാലും രക്ഷാപ്രവർത്തനം ഇപ്പോൾ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഉത്തരാഖണ്ഡിൽ നേരത്തെയും സമാനമായ രീതിയിലുള്ള അപകടങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഉത്തരാഖണ്ഡിലെ കേദാർനാഥിൽ 2013 ഒരു മിന്നൽ പ്രളയം ഉണ്ടായിരുന്നു. അവിടെ 5000-ത്തിലധികം ആളുകളായിരുന്നു അന്ന് മരിച്ചത്. സമാനമായ രീതിയിൽ തന്നെ 2021 ചമോലിയിൽ മഞ്ഞുമല ഇടിഞ്ഞ് ഒരു അപകടമുണ്ടായിരുന്നു. അന്ന് മിന്നൽ പ്രളയത്തിൽ 200ഓളം ആളുകൾക്ക് ജീവൻ നഷ്ടമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അപകടമാണ് സംഭവിച്ചിട്ടുള്ളത്. മേഘവിസ്ഫോടനം, അതേ തുടർന്നുണ്ടായ ശക്തമായ മഴയിലാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ 4 പേരുടെ മരണം മാത്രമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇനി